ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു അടിപൊളി ത്രില്ലർ ഹൊറർ സ്റ്റോറിയിലേക്ക് പോയാലോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടാതെ ലൈക്കും ചെയ്തോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ജനുവരി 15. 4 കൂട്ടുകാർ: രഞ്ജിത്ത്, അഖിൽ, മാനസി, സ്നേഹ മണാലിയിൽ നിന്നും അവരുടെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. എല്ലാവരും ഒരേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. സെമസ്റ്റർ അവസാനിച്ചതും 4 കൂട്ടുകാരും ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി മണാലിയിലേക്ക് പോയതാണ്. അവിടെയെല്ലാം കറങ്ങി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴി ജനുവരി 15 തന്നെ ആ 4 കൂട്ടുകാരും അവരുടെ കാറിൽ മണാലിയിൽ നിന്നും തിരിച്ചു വരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ ഇത്രയും എൻജോയ് ചെയ്തത്. തിരിച്ചുള്ള യാത്രയിൽ അവരുടെ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞ് സന്തോഷത്തിലായിരുന്നു എല്ലാവരും. രഞ്ജിത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിലാണെങ്കിൽ മൊബൈലിൽ ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോസുകൾ നോക്കുന്നു. ഫോട്ടോ നോക്കി അവൻ പറഞ്ഞു, ഇത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിരുന്നു. അത് കേട്ട് സ്നേഹയും പറഞ്ഞു, അതെ, ഇതാണ് എൻ്റെയും ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ്. നമ്മളെല്ലാ വർഷവും ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. വരാൻ പോകുന്ന വർഷങ്ങളിലെയും ട്രിപ്പ് അവരപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി, അതും വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ. പക്ഷേ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ കണ്ണുകൾ തന്നെ കണ്ണേറായി വരും. അതുപോലൊരു കാര്യമാണ് ഇവർക്ക് സംഭവിച്ചത്. മണാലിയിൽ നിന്നും യാത്ര തിരിച്ച് 4-5 മണിക്കൂറുകൾ കഴിഞ്ഞു. രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഢാബയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും അവർ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഭക്ഷണം കഴിഞ്ഞ് അഖിലാണ് പിന്നെ കാർ ഓടിച്ചത്. അഖിൽ പറഞ്ഞു, നമുക്ക് പെട്രോൾ അടിക്കാതെ വേറെ മാർഗമില്ലല്ലോ. വണ്ടിയിലാണെങ്കിൽ തീരെ പെട്രോൾ കുറവാണ്, ഒരുപാട് ദൂരം മുന്നോട്ട് പോകില്ല. അഖിൽ റോഡിലെ 2 സൈഡുകളിലേക്ക് നോക്കി. ഒരു പെട്രോൾ പമ്പ് പോലും കാണാനില്ല, വെറും ഹൈവേ മാത്രം. രഞ്ജിത്ത് നോക്കി, വിജനമായ ഹൈവേ അല്ലാതെ അവിടെ വേറൊന്നും കാണാനില്ല. എന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും പെട്രോൾ പമ്പ് കണ്ടാൽ നമ്മളവിടെ കാർ കയറ്റി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. പക്ഷെ ഒരുപാട് മുന്നോട്ട് പോയിട്ടും ഒരു പമ്പ് പോലും കാണാൻ അവർക്ക് സാധിച്ചില്ല. അത് കണ്ട് അഖില് പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലത്തും ഒരു പമ്പ് പോലും കാണാനില്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, ഗൂഗിൾ മാപ്പിലൊന്ന് ചെക്ക് ചെയ്യേ. രഞ്ജിത്ത് ഉടനെ തന്നെ തൻ്റെ ഫോണെടുത്ത് ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയില്ല, രഞ്ജിത്തിൻ്റെ മൊബൈലിൽ നെറ്റ്വർക്ക് കാണിക്കുന്നില്ല. ഉടനെ സ്നേഹ മാനസിയോട് പറഞ്ഞു, നീ നിൻ്റെ മൊബൈലൊന്ന് ചെക്ക് ചെയ്യേ. പക്ഷെ അവളുടെയും നെറ്റ്വർക്ക് ഡൗൺ ആയിരുന്നു. അങ്ങനെ എല്ലാവരും മൊബൈലെടുത്ത് നോക്കി, ആർക്കും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഉടനെ രഞ്ജിത്ത് പറഞ്ഞു, നമ്മൾ പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് നല്ല ക്ലിയർ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്താ കിട്ടാത്തത്? അത് കേട്ട അഖില് പറഞ്ഞു, അങ്ങനെ പറയല്ല മോനെ, എനിക്ക് വഴിയേറിയില്ല. ഗൂഗിൾ മാപ്പില്ലെങ്കിൽ നമുക്ക് വീടുകളിലേക്ക് കറക്റ്റ് സമയത്ത് എത്താൻ കഴിയില്ല. അത് കേട്ട സ്നേഹ പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ആരെയെങ്കിലും വഴിയിൽ കണ്ടാൽ വഴി ചോദിക്കാലോ. ആദ്യം വേണ്ടത് പെട്രോൾ പമ്പ് എവിടെയാണെന്നറിയണം. പക്ഷേ അവർക്ക് ഹൈവേയിൽ ഒരു കട പോലും കാണാൻ സാധിച്ചില്ല. റോഡിലൂടെ ഇടയ്ക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ മാത്രം കാണാം. ഉടനെ അഖിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് അവരോട് ചോദിക്കാം. അഖിൽ ഉടനെ കാർ റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി. കാറിൻ്റെ പുറത്തേക്കിറങ്ങി ഒരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പെട്ടെന്നാണ് ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നത് കണ്ടത്. അഖിൽ ആ കൈ കാണിച്ചതും ആ ട്രക്കുകാരൻ വണ്ടി നിർത്തി. അഖിൽ അടുത്തേക്ക് ചെന്ന് അയാളോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും മുന്നിലേക്ക് പോയാൽ പമ്പുണ്ടാകുമോ? പെട്രോളില്ല. അത് കേട്ട ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോയാൽ ഒരു ക്രോസ് റോഡ് കാണാം. അവിടെ ഒരു വലിയ വീടുമുണ്ട്. ആ വീടിൻ്റെ ചേർന്നുള്ള വഴിയിലൂടെ നിങ്ങൾക്ക് നേരെ പോയാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഖിൽ ട്രക്കുകാരനോട് നന്ദി പറഞ്ഞ് തിരിച്ച് കാറിലേക്ക് വന്നിരുന്നു. അഖിൽ വന്നയുടനെ മാനസി ചോദിച്ചു, എന്തുപറ്റി, എന്താണ് അയാൾ പറഞ്ഞത്? അത് കേട്ട അഖിൽ പറഞ്ഞു, കുറച്ച് മുന്നിലേക്ക് പോയാൽ പെട്രോൾ പമ്പ് ഉണ്ടാകുമെന്നാണ് അയാൾ പറഞ്ഞത്. ഉടനെ മാനസി പറഞ്ഞു, എന്നാലും വല്ലാതെ വിചിത്രമായിരിക്കുന്നു. ഇത്രയും നേരം ഹൈവേയിലൂടെ സഞ്ചരിച്ചിട്ടും ഒരു പെട്രോൾ പമ്പ് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇനി നമ്മൾ വഴി തെറ്റിയോ? അത് കേട്ട സ്നേഹ പറഞ്ഞു, മാനസി, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, യാത്രയിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ, നിന്റെ സംശയങ്ങൾ പറയരുതെന്ന്. അത് കേട്ട രഞ്ജിത്ത് പറഞ്ഞു, മതി, നിർത്ത്, അഖിൽ നീ വണ്ടി എടുക്ക്. അഖിൽ ട്രക്കുകാരൻ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ച് മുന്നിലേക്ക് പോയതും ആ ക്രോസ് റോഡ് കണ്ടു. പക്ഷേ ആ പറഞ്ഞ വലിയ വീട് 2 റോഡിൻ്റെയും നടുവിലായി മുന്നിലായിട്ടാണുള്ളത്. ഒരു വഴി ഇടത്തോട്ടും ഒരു വഴി വലത്തോട്ടും. ഈ 2 വഴിയിൽ ഏത് വഴിയിലൂടെ പോകണം ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ.
വഴിയാണെങ്കിൽ വളരെ വിജനമാണ്. അടുത്തെല്ലാം ചെറിയ കടകളുണ്ടായിരുന്നുവെങ്കിലും ഒരു കട പോലും തുറന്നിട്ടില്ല. രഞ്ജിത്ത് പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് 2 വഴികളുണ്ട്. അത് കേട്ട് അഖിൽ പറഞ്ഞു, ഈ വീട് നോക്ക്, ചിലപ്പോൾ ഈ വീട്ടിൽ ആരെങ്കിലും താമസമുണ്ടെങ്കിലോ. വലിയ വീടാണെങ്കിലും ഒരുപാട് പഴയ വീടാണ്. രഞ്ജിത്തുടനെ കാറിൽ നിന്നും ഇറങ്ങി ആ വീടിൻ്റെ മുന്നിലേക്ക് നോക്കി. ആ വീടിൻ്റെ ഗേറ്റാണെങ്കിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലായതും ഇനി ഏത് വഴി പോകുമെന്ന് അവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഉടനെ തന്നെ സ്നേഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മനസ്സിലുള്ള വഴികൾ നമുക്ക് വോട്ടിംഗ് പോലെ നടത്താം. അങ്ങനെ എല്ലാവരും ഓരോരോ വഴികൾ പറയാൻ തുടങ്ങി. രഞ്ജിത്തും അഖിലും മാനസിയും വീടിൻ്റെ വലതുവശത്തേക്കുള്ള വഴിയാണ് പറഞ്ഞത്. സ്നേഹ പറഞ്ഞതാണെങ്കിലോ ഇടതുവശത്തേക്ക്. 3 പേർ വലതുവശം പറഞ്ഞതുകൊണ്ട് അവർ വലതുവശത്തേക്കുള്ള റോഡിലൂടെ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. മുന്നോട്ട് പോകുന്തോറും വഴിയാണെങ്കിൽ ഒരുപാട് വിജനമായി ഇരുട്ട് കൂടി വരുന്ന പോലെ. അത് കണ്ട സ്നേഹ പറഞ്ഞു, നമ്മളെങ്ങാനും തെറ്റായ വഴിയിലൂടെയാണോ പോകുന്നത്? ഇവിടെ കൂടുതൽ കാടിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ അഖിൽ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഈ വഴി വന്നില്ലേ, ഇനി തിരിച്ച് മറ്റു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പെട്രോൾ വണ്ടിയിലില്ല. അഖിലത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവർ ദൂരെ ഒരു പ്രകാശം കണ്ടു. എല്ലാവരുടെയും ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോയി. ഉടനെ മാനസി സന്തോഷത്തോടെ പറഞ്ഞു, നോക്ക്, അതൊരു പെട്രോൾ പമ്പാണ്. അഖിൽ ഉടനെ തന്നെ കാറെടുത്ത് പെട്രോൾ പമ്പിലേക്ക് കയറി. പെട്രോൾ പമ്പ് വിജനമായി കിടക്കുന്നു. അവിടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. അഖിൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉടനെ രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ ഇറങ്ങി നോക്കട്ടെ. രഞ്ജിത്ത് പുറത്തിറങ്ങി പല സ്ഥലത്തും മാറി മാറി നോക്കി. പക്ഷെ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പെട്രോൾ പമ്പിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നു. രഞ്ജിത്ത് ഓഫീസിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണമായിരുന്നു, അത്യാവശ്യമാണ്. പക്ഷെ ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ചിലപ്പോൾ ആരെങ്കിലും വന്നാലോ. കാറിലാണെങ്കിൽ മാനസിയും സ്നേഹയും അഖിലിനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അഖിലുടനെ തലയാട്ടി സമ്മതിച്ച് തൻ്റെ ഫോണെടുത്ത് എന്തോ തിരയാൻ തുടങ്ങി. മാനസിയും സ്നേഹയും കാറിൽ നിന്നിറങ്ങി വാഷ്റൂം അന്വേഷിച്ച് നടക്കാനും തുടങ്ങി. നടക്കുമ്പോൾ സ്നേഹ മാനസിയോട് പറഞ്ഞു, നോക്കടി, എന്ത് പെട്രോൾ പമ്പാ, ഒരു മനുഷ്യനെ പോലും കാണാനില്ലല്ലോ. അങ്ങനെ പലതും സംസാരിച്ചവർ വാഷ്റൂമിൻ്റെ അടുത്തെത്തി. സ്നേഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം കയറാം. അങ്ങനെ സ്നേഹ വാഷ്റൂമിലേക്ക് കയറി. നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു അപ്പോൾ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും സ്നേഹ വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയില്ല. രഞ്ജിത്താണെങ്കിൽ ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് നേരം വിളിച്ചിട്ടും ആരെയും കാണാത്തതുകൊണ്ട് ഓഫീസിൻ്റെ അകത്തേക്ക് കയറി. അകത്ത് കയറിയും ഒരുപാട് നേരം വിളിച്ചു നോക്കി, ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരെയും കാണാത്തതുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ നേരം പെട്ടെന്ന് ലൈറ്റ് ഓഫായി. പെട്ടെന്ന് ലൈറ്റ് ഓഫായതുകൊണ്ട് തന്നെ ഇരുട്ട് വന്നപ്പോൾ രഞ്ജിത്ത് ശരിക്കും പേടിച്ചുപോയി. പിന്നെ ലൈറ്റ് ഓണായി. പിന്നെ അത് മിന്നി മിന്നി കത്താൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്നും പുറത്തിറങ്ങണമെന്ന് വിചാരിച്ച് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തുറന്നു കിടന്നിരുന്ന ഓഫീസിൻ്റെ ഡോർ അടഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യം രഞ്ജിത്ത് ഒന്നുകൂടി ശരിക്കും ഭയന്നുപോയി. കാരണം ഡോർ അടയുന്ന ഒരു ശബ്ദം പോലും താൻ കേട്ടിട്ടില്ല. താനായിട്ട് ഡോർ അടച്ചിട്ടുമില്ല. ആ ലൈറ്റ് മിന്നിക്കത്തുന്ന പ്രകാശത്തിൽ രഞ്ജിത്ത് ഡോർ തുറക്കാൻ ഒരു ശ്രമം നടത്തി. എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കുന്നില്ല. അവിടെയാണെങ്കിൽ മാനസി സ്നേഹയെ വിളിച്ചു, എത്ര നേരമായി, ഒന്ന് ഇറങ്ങുന്നില്ലേ? പക്ഷേ മറുപടിയൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് മാനസി വാഷ്റൂമിൻ്റെ അകത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു സാധനം താഴെ വീഴുന്ന പോലെ. ആ ശബ്ദം കേട്ടതും മാനസി ഒന്ന് പേടിച്ചു. മാനസി ഉടനെ വളരെ വലിയ ശബ്ദത്തിൽ സ്നേഹയെ വിളിച്ചു ചോദിച്ചു, എന്തു പറ്റി? വാഷ്റൂമിൽ എന്താ പറ്റിയത്? വാതിൽ തുറക്ക്. പക്ഷേ സ്നേഹ തിരിച്ചു മറുപടി ഒന്നും കൊടുത്തില്ല. അതിനു പകരം ഒരു വിചിത്രമായ ശബ്ദം ആ വാഷ്റൂമിൽ നിന്നും വരാൻ തുടങ്ങി. മാനസി ഭയന്നുകൊണ്ടുടനെ വാതിലിൽ അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മാനസി സ്നേഹ ഭയന്ന് ഒച്ചയുണ്ടാക്കുന്ന ശബ്ദം കേട്ടു. മാനസി അവിടെ നിന്നുകൊണ്ട് തന്നെ അഖിലിനെയും രഞ്ജിത്തിനെയും വിളിച്ചു. അഖിൽ മാനസിയുടെ ശബ്ദം കേട്ടിരുന്നു. രഞ്ജിത്താണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലായിരുന്നു അവിടെ അകപ്പെട്ടിരിക്കുന്നത്. മാനസിയുടെ ശബ്ദം കൂടി രഞ്ജിത്ത് കേട്ടതും അവൻ വീണ്ടും ഭയന്നുപോയി. ഉടനെ സർവ്വശക്തിയും എടുത്ത ആ വാതിൽ തുറക്കാനുള്ള ശ്രമം വീണ്ടും തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം വാതിൽ തുറന്നു. ഇത്രയും തണുപ്പത്ത് പോലും രഞ്ജിത്ത് വിയർത്തു കുളിച്ചിരുന്നു. ഉടനെ തന്നെ അവൻ കാറിൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷെ ആ കാറിൽ അഖിലുണ്ടായിരുന്നില്ല, കൂടാതെ മാനസിയും സ്നേഹയും. അവൻ കുറച്ചു നേരം ചുറ്റും നോക്കി. അവരെല്ലാവരും എവിടെ പോയി? പിന്നെയും അവൻ മാനസിയുടെ ഉച്ചത്തിലുള്ള കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു. അവൻ ആ ശബ്ദം കേൾക്കുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. പെട്ടെന്ന് മനസ്സിലായി, പമ്പിൻ്റെ പുറകിൽ നിന്നാണെന്ന്. ചിലപ്പോൾ അവർ രണ്ടുപേരും വാഷ്റൂമിൽ പോയതായിരിക്കുമെന്ന് വിചാരിച്ചു. ഉടനെ തന്നെ രഞ്ജിത്ത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മാനസി ഭയന്ന് കരഞ്ഞുകൊണ്ട് വാഷ്റൂമിൻ്റെ വാതിലിൽ അതിശക്തമായി അടിക്കുന്നു.
സ്നേഹയും അതിൻ്റെ അകത്തിരുന്ന് ഭയന്ന് കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. രഞ്ജിത്ത് ഓടി മാനസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ എന്താ പറ്റിയത്? മാനസി പറഞ്ഞു, സ്നേഹ ബാത്റൂമിൻ്റെ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കരയുന്ന ശബ്ദം കേട്ടു. എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അത് കേട്ട രഞ്ജിത്ത് ഉടനെ തന്നെ അവളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ. രഞ്ജിത്ത് വാതിൽ തുറക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. രഞ്ജിത്ത് വാതിൽ ഉള്ള ശക്തി ഉപയോഗിച്ച് മുഴുവനും ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറയുന്നില്ല. രഞ്ജിത്തും ഭയന്നുകൊണ്ട് ഉച്ചത്തിൽ സ്നേഹയോട് വിളിച്ചു ചോദിച്ചു, എന്തു പറ്റി? വാതിൽ തുറക്ക്, ഞങ്ങളുടെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. രഞ്ജിത്ത് മാനസിയോട് ചോദിച്ചു, അഖിൽ എവിടെ പോയി? മാനസി പറഞ്ഞു, എനിക്കറിയില്ല, അവൻ കാറിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്താ അവനിപ്പോൾ കാറിലില്ലേ? എന്തായാലും ആദ്യം നമുക്ക് വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കണം. സ്നേഹ എന്തോ അപകടത്തിലാണ്. പിന്നെ രഞ്ജിത്തും മാനസിയും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് ആ വാതിൽ തല്ലിപ്പൊളിച്ചു. അകത്ത് കയറിയപ്പോൾ അതിൽ 2 വാഷ്റൂം ഉണ്ടായിരുന്നു. അതിൽ ഒരു വാഷ്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു, മറ്റേതാണെങ്കിലോ അടഞ്ഞു കിടക്കുന്ന വാഷ്റൂം കാണിച്ച് രഞ്ജിത്ത് മാനസിയോട് പറഞ്ഞു, സ്നേഹ അതിലുണ്ടാകും, നീ ഒന്ന് പോയി നോക്ക്. മാനസി ഭയന്ന് ആ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് കരണ്ടും പോയി. അപ്പോൾ തന്നെ മാനസി ഭയന്ന് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. അത് കേട്ട് രഞ്ജിത്ത് പറഞ്ഞു, എന്തു പറ്റി? നിൽക്ക്, ഞാൻ എൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കട്ടെ. രഞ്ജിത്ത് ഉടനെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. വെട്ടം കണ്ടത് മാനസിക്ക് ചെറിയൊരു ആശ്വാസമായി. ശേഷം മാനസി മുന്നിലും രഞ്ജിത്ത് പിന്നിലുമായി നടക്കാൻ തുടങ്ങി. തൊട്ടു മുന്നിലെ കാഴ്ച കണ്ട് മാനസിയും രഞ്ജിത്തും വിറച്ചുപോയി. കാരണം അവർ മുന്നിൽ കണ്ട കാഴ്ച, അവിടെ ചുമരിൽ സ്നേഹയുടെ ശരീരം തറഞ്ഞിരിക്കുന്നു. കൈയും കാലും മാത്രമേ പുറത്തു കാണുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഭിത്തിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ആ ഭിത്തിക്കാണെങ്കിൽ ചുമരിൽ ഒരു വലിയ വിള്ളലും വന്നിട്ടുണ്ട്. മാനസി ഭയന്ന് കരയാൻ തുടങ്ങി. രഞ്ജിത്തിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് രഞ്ജിത്തിൻ്റെ കൈകളിലേക്ക് മുകളിൽ നിന്നും തുള്ളികളായി എന്തോ വീഴുന്നു. അതെന്തോ രക്തം പോലെ തോന്നിയതുകൊണ്ട് രഞ്ജിത്ത് മാനസിയോട് പറഞ്ഞു, എന്താ മേളിൽ നിന്നും വീഴുന്നത്? അത് ചോദിച്ചതും അവർ രണ്ടുപേരും അറിയാതെ മേളിലേക്ക് നോക്കി. മുകളിലെ കാഴ്ച കണ്ട് അവരുടെ ഹൃദയം നിലച്ചു പോകുമെന്ന് പോലും അവർക്ക് തോന്നി. കാരണം അവർ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ കണ്ടത് അത്രയും ഭയപ്പെടുത്തുന്ന ഒരു വികൃത രൂപത്തെയായിരുന്നു. ആ രൂപത്തിൻ്റെ ശരീരം മുഴുവനും മുറിഞ്ഞ് അതിൽ നിന്നും രക്തമൊലിക്കുന്നു. ആ കാഴ്ച കണ്ടതും മാനസിയും രഞ്ജിത്തും കാലിടറി താഴേക്ക് വീണുപോയി. ഭയം കൊണ്ട് അവരുടെ കാലിൽ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും നന്നായി ഭയന്നിരുന്നു. രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഫോണും താഴെ വീണുപോയി. മാനസി ഉടനെ രഞ്ജിത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഇതൊക്കെ? എന്താണിത്? ഇനി നമുക്കിവിടെ നിൽക്കണ്ട, ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. രഞ്ജിത്ത് ഉടനെ തന്നെ ഫോൺ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. കൈയും കാലും വിറയ്ക്കുന്നത് കൊണ്ട് ഫോൺ കയ്യിൽ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയോ ഫോൺ കയ്യിലെടുത്ത് മെല്ലെ എഴുന്നേറ്റ് വിറയ്ക്കുന്ന കാലുകളോടെ മാനസിയും രഞ്ജിത്തും വാഷ്റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും എങ്ങനെയൊക്കെയോ നടന്ന് ആ കാറിൻ്റെ അടുത്തെത്തി. പക്ഷെ അവർക്ക് അഖിലിനെ കാണാൻ കഴിഞ്ഞില്ല. മാനസി ചോദിച്ചു, അഖിൽ എവിടെ പോയി? രഞ്ജിത്തും പല സ്ഥലത്ത് നോക്കി. അവനെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അവൻ ഉച്ചത്തിൽ വീണ്ടും വിളിക്കാൻ തുടങ്ങി, അഖിൽ നീ എവിടെയാണ്? ഉടനെ മാനസി ചോദിച്ചു, രഞ്ജിത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അഖിലിനും ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? രഞ്ജിത്ത് പറഞ്ഞു, എനിക്കറിയില്ല. എന്നാലും സ്നേഹയോട് ഇത്രയും ക്രൂരത കാണിച്ചത് ആരാണ്? അത് കേട്ട മാനസി പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ അകത്ത് നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ശേഷം ഞാൻ അവളെ വിളിച്ചപ്പോൾ എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. അതിനുശേഷം അവൾക്കിതൊക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് മാനസി കരയാൻ തുടങ്ങി. രഞ്ജിത്ത് മാനസിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആദ്യം നമുക്ക് അഖിലിനെ അന്വേഷിക്കണം. അത് കേട്ട് മാനസി പറഞ്ഞു, നമ്മളോട് പറയാതെ അവൻ എവിടെ പോയി? രഞ്ജിത്ത് മാനസിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ കാറിലിരിക്കുക, ഞാൻ അഖിലിനെ ഒന്ന് അന്വേഷിക്കട്ടെ, ചിലപ്പോൾ അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. അത് കേട്ട മാനസി പറഞ്ഞു, ഇല്ല, എനിക്കൊറ്റയ്ക്ക് പേടിയാണ്, ഞാനിവിടെ നിൽക്കില്ല. നീ കണ്ടില്ലേ വാഷ്റൂമിലെ ആ കാഴ്ച? അത് കേട്ട് രഞ്ജിത്ത് ഉടനെ പറഞ്ഞു, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, നീ കാറിൽ സേഫായിരിക്കും. അറിയില്ല ഇവിടെ ആരാ ഉള്ളതെന്ന്. ഞാൻ വരുന്നവരെ നീ കാറിൽ നിന്നും ഇറങ്ങരുത്. അതുമാത്രമല്ല, നീ കാറിൽ കുനിഞ്ഞിരിക്കണം. ആരും നിന്നെ പുറത്തു നിന്നും കാണാൻ പാടില്ല. മാനസിയാണെങ്കിൽ നിഷ്കളങ്കമായി രഞ്ജിത്തിനെ തന്നെ നോക്കുകയാണ്. കാരണം അവൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. രഞ്ജിത്ത് മാനസിയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മാനസി, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. സ്നേഹയുടെ അവസ്ഥ നീ കണ്ടതല്ലേ? അഖിലിനെ കുറിച്ച് നമുക്കൊരു അറിവുമില്ല. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഉടനെ വരാം. മാനസി ഉടനെ തന്നെ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അതിൽ കിടന്നു. കാരണം പുറത്തു നിന്നും ആരും കാണാതിരിക്കാൻ. അവളുടെ മനസ്സിൽ പല പല ചിന്തകളും വരുന്നുണ്ടായിരുന്നു. അവൾ വിചാരിക്കുകയായിരുന്നു, ഇവിടെ ഏതെങ്കിലും കില്ലേഴ്സ് നടക്കുന്നുണ്ടോ?
ചിലപ്പോൾ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന അവരെയും ഇയാളാണോ കൊന്നിരിക്കുന്നത്? അതുകൊണ്ടാണോ ഈ പമ്പിൽ ആരെയും കാണാതിരിക്കുന്നത്? രഞ്ജിത്താണെങ്കിൽ അഖിലിനെയും വിളിച്ചുകൊണ്ട് പെട്രോൾ പമ്പിൻ്റെ പല ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. മാനസി ഭയന്നുകൊണ്ട് കാറിൻ്റെ പുറകിലെ സീറ്റിൽ കിടക്കുകയാണ്. പെട്ടെന്ന് മാനസിക്ക് തൻ്റെ കാറിൻ്റെ അടുത്ത് വെളിയിൽ ആരോ ഉള്ളതുപോലെ ഒരു തോന്നൽ. മാനസി വിചാരിച്ചു അഖിലല്ലെങ്കിൽ രഞ്ജിത്ത് ആരോ ഒരാളാണെന്ന്. അവൾ കാറിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് പമ്പിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നത് കാണുന്നത്. അയാളുടെ മുഖം വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആളെ വ്യക്തമല്ല. കയ്യിലാണെങ്കിൽ ഒരു വലിയ ഇരുമ്പ് ദണ്ടുമുണ്ട്. മാനസി ആദ്യം കരുതിയത് ഇവിടെ വേറെ ആരെങ്കിലും പെട്രോൾ അടിക്കാൻ വന്നതായിരിക്കുമെന്നാണ്. മാനസി ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് അയാളുടെ തല മെല്ലെ മാനസി ഇരിക്കുന്ന കാറിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു. മാനസി അയാളുടെ മുഖം കണ്ടതും ശരിക്കും അവൾക്ക് ഉച്ചത്തിൽ കരയണമെന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൾ തൻ്റെ രണ്ടും കൈയും വായിൽ അമർത്തി പിടിച്ചു. കാരണം രഞ്ജിത്ത് തന്നോട് പറഞ്ഞിരുന്നു എന്ത് സംഭവിച്ചാലും വാ തുറക്കാതെ മിണ്ടാതിരിക്കണമെന്ന്. ആ മനുഷ്യൻ്റെ മുഖം നന്നായി മുറിഞ്ഞിരുന്നു. അതിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. ആള് മറ്റാരുമല്ല, ആ വാഷ്റൂമിൻ്റെ വാളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ശരീരം മുഴുവനും മുറിഞ്ഞ് രക്തം മിറ്റി വീണ അതേ മനുഷ്യൻ തന്നെയായിരുന്നു. അയാളുടെ വയറിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. മാനസി ഭയന്നുകൊണ്ട് തൻ്റെ തല വീണ്ടും താഴേക്ക് താഴ്ത്തി പിടിച്ചു. മെല്ലെ മെല്ലെ അയാളുടെ കാലടി ശബ്ദം മാനസി കേൾക്കാൻ തുടങ്ങി. മാനസിക്ക് മനസ്സിലായി അയാൾ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വരികയാണെന്ന്. മാനസിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അവൾ രഞ്ജിത്തിനെ ഉച്ചത്തിൽ വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഭയം കാരണം ഒന്നിനും സാധിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞതും ആ കാലടിയുടെ ശബ്ദം നിന്നു. മാനസി വിചാരിച്ചു. മാനസി കരുതി ചിലപ്പോൾ അയാൾ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കില്ല എന്ന്. അവൾ ഒരു പ്രാവശ്യം കൂടി കാറിൻ്റെ സൈഡ് വിൻഡോയിലൂടെ നോക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ഭയന്നവൾ താഴേക്ക് വീണുപോയി. കാരണം അയാൾ കാറിൻ്റെ ചില്ലിലൂടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്രാവശ്യം മാനസിക്ക് തൻ്റെ ശബ്ദം പിടിച്ചു നിർത്താനായില്ല. അവൾ ഉച്ചത്തിൽ ഭയന്ന് ഒച്ചയുണ്ടാക്കി. മാനസിയുടെ ശബ്ദം വന്നതും അയാൾ ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന വലിയ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് കാറിൻ്റെ വിൻഡോയുടെ ഗ്ലാസ്സിലേക്ക് അടിക്കാൻ തുടങ്ങി. അയാൾ അത് പൊട്ടുന്ന വരെ അടിച്ചു. മാനസി അപ്പോഴും ഭയന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് പെട്രോൾ പമ്പിൻ്റെ പുറകിൽ അഖിലിനെ തിരയുമ്പോൾ മാനസിയുടെ ആ ഭയന്നുള്ള ശബ്ദം കേട്ടു. മാനസിയുടെ ശബ്ദം രഞ്ജിത്ത് കേട്ടതും ഉടനെ അവിടുന്ന് ഓടി പെട്രോൾ പമ്പിലേക്ക് വന്നു. രഞ്ജിത്ത് നോക്കുമ്പോൾ മാനസി കാറിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചൊരാൾ കയ്യിലൊരു ഇരുമ്പ് ദണ്ടുമായി കാറിലാണെങ്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. രഞ്ജിത്ത് ദേഷ്യത്തോടെ വിളിച്ചു ചോദിച്ചു, അവളെ ഒന്നും ചെയ്യരുത്, നീ ആരാണ്? രഞ്ജിത്തിൻ്റെ ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു നോക്കി. രഞ്ജിത്ത് പെട്രോൾ പമ്പിൻ്റെ മുന്നിലായാണ് നിൽക്കുന്നത്. രഞ്ജിത്തിനെ കണ്ടതും അയാൾ ചോരയിൽ കുളിച്ച പല്ലുമായി ഒരു ചിരി ചിരിച്ചു. വല്ലാത്ത ഭയപ്പെടുത്തുന്നൊരു ചിരിയായിരുന്നു അത്. അയാൾ മെല്ലെ മെല്ലെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും മാനസിയും എങ്ങനെയോ കാറിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അയാളെ ആക്രമിക്കാൻ പറ്റി എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അവൾക്കൊന്നും തന്നെ കിട്ടിയില്ല. അയാളാണെങ്കിൽ രഞ്ജിത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു. രഞ്ജിത്താണെങ്കിൽ മെല്ലെ മെല്ലെ ഓരോ അടിയും പിന്നിലേക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു. രഞ്ജിത്തിന് അത് ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നിലേക്ക് വന്നതും രഞ്ജിത്തിന് മനസ്സിലായി ഇത് ആ വാഷ്റൂമിൻ്റെ മുകളിലെ വാളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അതേ മനുഷ്യരൂപമാണെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലായി, ഇത് മനുഷ്യനല്ല, ഏതോ പൈശാചിക ശക്തിയാണെന്ന്. ഉടനെ തന്നെ രഞ്ജിത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാനസി കാർ സ്റ്റാർട്ട് ചെയ്യ്. മാനസി ഭയന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു. അവൾ ഫുൾ സ്പീഡിൽ കാർ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രഞ്ജിത്ത് എങ്ങനെയൊക്കെയോ കാറിൽ കയറി പറ്റി. രഞ്ജിത്തും മാനസിയും അത്രയ്ക്കും ഭയന്നിരുന്നു. മാനസിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കാർ ഏത് ഭാഗത്തേക്കാണ് ഓടിക്കേണ്ടതെന്ന്. മാനസി അങ്ങനെ ഹൈവേ പോകുന്ന വഴിയിലേക്ക് വണ്ടി തിരിച്ചു. രഞ്ജിത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ അയാൾ പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടു. ആ പിശാച് ഇവരെ തന്നെ നോക്കി ചിരിക്കുകയാണ്. കുറച്ചുകൂടി കാർ മുന്നിലേക്ക് പോയതും പിന്നെ അയാളെ കാണാതെയായി. രഞ്ജിത്ത് ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. മാനസിയും ഒന്ന് റിലാക്സായി സൈഡിൽ വണ്ടി നിർത്തി. മാനസി ഭയന്നുകൊണ്ട് രഞ്ജിത്തിനോട് ചോദിച്ചു, രഞ്ജിത്ത് അതാരാ? അത് കേട്ട രഞ്ജിത്ത് പറഞ്ഞു, എനിക്കറിയില്ല, ഒരു പിശാചാണെന്ന് തോന്നുന്നു. നമ്മൾ വാഷ്റൂമിൽ കണ്ടില്ലേ, അതേ രൂപം തന്നെ. അത് കേട്ട മാനസി പറഞ്ഞു, നീ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്നാലും അഖിൽ എവിടെയായിരിക്കും? എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അത് കേട്ട രഞ്ജിത്ത് പറഞ്ഞു, ഇനി അവനെ തിരയാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഹൈവേയിലൂടെ മുന്നോട്ട് പോയി ആളുകളെല്ലാം ഉള്ള സ്ഥലത്തെത്തണം. ഇവിടെ മുഴുവനും വിജനമായ സ്ഥലങ്ങളാണ്. ഇവിടെ അധിക നേരം നിൽക്കുന്നത് സേഫല്ല. നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകണം. അത് കേട്ട് മാനസി പറഞ്ഞു, അതിന് കാറിൽ പെട്രോൾ കുറവാണ്, നമുക്ക് അധിക ദൂരം പോകാൻ കഴിയില്ല. അത് കേട്ട് രഞ്ജിത്ത് പറഞ്ഞു, എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോയേ പറ്റൂ.
ഇത്രയും പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് കാറിൽ നിന്നും ഇറങ്ങി മാനസിയുടെ അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. രഞ്ജിത്ത് കാർ ഓടിക്കാൻ തുടങ്ങി. അവരങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു പെട്രോൾ പമ്പ് കണ്ടു. മാനസിക്ക് സന്തോഷമായി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, നോക്ക്, അവിടെ ഒരു പമ്പുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അവിടുന്ന് കിട്ടും. രഞ്ജിത്തിന് സന്തോഷമായി. ഉടനെ തന്നെ കാറ് പെട്രോൾ പമ്പിലേക്ക് കയറ്റി നിർത്തി. കാറ് നിർത്തി ചുറ്റും നോക്കിയതും അവരുടെ മുഖഭാവം മാറാൻ തുടങ്ങി. കാരണം ഇത് ആ പെട്രോൾ പമ്പായിരുന്നു. ഇപ്പോൾ കുറച്ചു മുന്നേ ഇവർ രക്ഷപ്പെട്ടു പോയ അതേ പമ്പ്. മാനസി ഉടനെ ഭയന്നുകൊണ്ട് രഞ്ജിത്തിനോട് ചോദിച്ചു, രഞ്ജിത്ത്, ഇത് നമ്മളിപ്പോൾ ആ പോയ പെട്രോൾ പമ്പല്ലേ? രഞ്ജിത്ത് പറഞ്ഞു, അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. രഞ്ജിത്ത് നാലുപാടും ശ്രദ്ധിച്ചു നോക്കി. പെട്രോൾ പമ്പിൻ്റെ അകത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നേരത്തെ കണ്ട പോലെ ആ ഓഫീസിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. മാനസി ഉടനെ പറഞ്ഞു, രഞ്ജിത്ത് വാ, ഉടനെ ഇവിടുന്ന് പോകണം. രഞ്ജിത്ത് വീണ്ടും ഉടനെ കാർ സ്റ്റാർട്ടാക്കി. പക്ഷേ ഇപ്രാവശ്യം കാർ സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. രഞ്ജിത്തിൻ്റെ കണ്ണുകൾ ഫ്യുവൽ മീറ്ററിലേക്ക് പോയി. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പെട്രോൾ മുഴുവനും തീർന്നിരിക്കുന്നുവെന്ന്. എന്നാലും ഒരു കാര്യവുമില്ലാതെ വീണ്ടും ഒന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എന്ത് ചെയ്യാൻ? മാനസി പറഞ്ഞു, പെട്രോൾ തീർന്നു അല്ലേ രഞ്ജിത്ത്? അതേ എന്നർത്ഥത്തിൽ രഞ്ജിത്ത് തലയാട്ടി. മാനസി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? രഞ്ജിത്ത് പറഞ്ഞു, പ്ലീസ് ഞാനൊന്ന് ആലോചിക്കട്ടെ. മാനസിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരുന്നു. രഞ്ജിത്തിനാണെങ്കിൽ ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. മാനസി പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല. നമ്മളിവിടുന്ന് നേരെ പോയതല്ലേ, പിന്നെ എങ്ങനെ വീണ്ടും ഇവിടെ തന്നെ എത്തി? പെട്ടെന്ന് രഞ്ജിത്തിൻ്റെ ശ്രദ്ധ പമ്പിലേക്ക് പോയി. എന്നിട്ട് മാനസിയോട് പറഞ്ഞു, നീ കാറിൽ തന്നെ ഇരിക്കണം, ഞാൻ എങ്ങനെയെങ്കിലും കാറിൽ പെട്രോൾ ഒഴിക്കാം. അത് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് മെല്ലെ കാറിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് നാലുപാടും ശ്രദ്ധിച്ചുകൊണ്ട് പെട്രോൾ പമ്പിലെ പെട്രോൾ അടിക്കുന്ന പൈപ്പ് കാറിൻ്റെ പെട്രോൾ ടാങ്കിലേക്ക് വെച്ചു. രഞ്ജിത്തിൻ്റെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കാറിൽ പെട്രോൾ ഉണ്ടായാൽ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന്. മാനസിയും ഒന്നും മിണ്ടാനാവാതെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. രഞ്ജിത്തിനാണെങ്കിൽ നല്ല ഭയമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കാറിലെ പെട്രോൾ ടാങ്ക് ഫുള്ളാക്കണം. അപ്പോഴാണ് രഞ്ജിത്ത് ശ്രദ്ധിക്കുന്നത് പെട്രോൾ അടിക്കുന്ന പൈപ്പിൽ നിന്നും ചെറുതായി പുറത്തേക്ക് രക്തം തെറിക്കുന്നു. അത് കണ്ട രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നും ആ പെട്രോൾ അടിക്കുന്ന പൈപ്പ് താഴെ വീണു. താഴെ വീണതും താഴെ മുഴുവനും രക്തം പരക്കാൻ തുടങ്ങി. പെട്രോൾ അടിക്കുന്ന പൈപ്പിൽ നിന്നും പെട്രോളിന് പകരം രക്തം കണ്ടതും രഞ്ജിത്തിൻ്റെ കൈയും കാലും ഭയം വന്ന് ഉറച്ചുപോയി. മാനസിയാണെങ്കിൽ രഞ്ജിത്തിനെ നോക്കുകയാണ്. രഞ്ജിത്തിൻ്റെ ഭയന്ന മുഖം കണ്ട മാനസി ചോദിച്ചു, രഞ്ജിത്ത്, എന്താ പറ്റിയത്? പെട്ടെന്ന് കാറിൻ്റെ ഡിക്കി ഇളകാൻ തുടങ്ങി. രഞ്ജിത്തിൻ്റെ ശ്രദ്ധ ഡിക്കിയിലേക്ക് പോയി. മാനസിയും ഡിക്കി ഇളകുന്ന ശബ്ദം കേട്ടിരുന്നു. അവൾ ഉടനെ കാറിൽ നിന്നും ഇറങ്ങി രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. താഴെ പെട്രോൾ പമ്പിലെ പൈപ്പിൽ നിന്നും രക്തം വരുന്നത് കണ്ട് അവളും ഭയന്നുപോയി. അവൾ രഞ്ജിത്തിനോട് ചോദിച്ചു, രഞ്ജിത്ത്, ഇതെന്താണ്? അത് കേട്ട് രഞ്ജിത്ത് പറഞ്ഞു, മാനസി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ പെട്ടുപോയി. മെല്ലെ രഞ്ജിത്ത് ആ കാറിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് പോയി. മാനസിയും അവൻ്റെ പുറകെ നടന്നു. മെല്ലെ മെല്ലെ വിറയ്ക്കുന്ന കൈകളോടെ രഞ്ജിത്ത് ആ ഡിക്കി തുറന്നു. ആ ഡിക്കി തുറന്നതും അവിടുത്തെ കാഴ്ച കണ്ട് രഞ്ജിത്ത് അറിയാതെ ഭയന്ന് ഒച്ചയുണ്ടാക്കിപ്പോയി. എന്നിട്ട് പേടിച്ച് പുറകിലേക്ക് മാറി. ഡിക്കിയുടെ അകത്ത് നിറയെ രക്തം. രക്തത്തിൽ കുളിച്ച് അഖിലിൻ്റെ ശവശരീരം കിടക്കുന്നു. അഖിലിൻ്റെ ശരീരം ഭീകരാവസ്ഥയിലായിരുന്നു. കൈയും കാലും മുറിഞ്ഞു തൂങ്ങിയിരുന്നു. അത് കണ്ടതും മാനസിയും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇവർക്ക് രണ്ടുപേർക്കും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ കാർ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. രഞ്ജിത്ത് ഉടനെ പറഞ്ഞു, മാനസി വാ, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഒരു മിനിറ്റ് പോലും ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. രഞ്ജിത്ത് മാനസിയും ഓടാൻ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം അവർ കാർ ഓടിച്ച ഭാഗത്തേക്കല്ല പോയത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരുപാട് നേരം അവർ ഓടി ഓടി വീണ്ടും അവർ എത്തിയത് ആ പെട്രോൾ പമ്പിൽ തന്നെയാണ്. വീണ്ടും അവിടെ തന്നെ വന്നതും രണ്ടുപേർക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. രഞ്ജിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മളെന്ത് ലൂപ്പിലാണ് വന്ന് പെട്ടിരിക്കുന്നത്? വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പിലേക്ക് തന്നെ വരുന്നത്? മാനസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രഞ്ജിത്ത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, എനിക്കിപ്പോൾ മരിക്കണ്ട. അപ്പോഴാണ് അവരുടെ ശ്രദ്ധ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിലേക്ക് ചെല്ലുന്നത്. അവിടുന്ന് ചെറുതായി പുക ഉയരുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ ഇവരിവിടെ ഉണ്ടായപ്പോൾ ഇവർ ഈ ക്യാൻറ്റീൻ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് അവിടെ ആരോ ഉണ്ട് എന്നതാണ്. രഞ്ജിത്ത് പറഞ്ഞു, അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, വാ നമുക്ക് പോയി നോക്കാം. അത് കേട്ട മാനസി പറഞ്ഞു, ഇല്ല ഇല്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അയാളെങ്ങും ആണെങ്കിലോ? അത് കേട്ട് രഞ്ജിത്ത് പറഞ്ഞു, നീ കണ്ടതല്ലേ, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എവിടേക്ക് പോയാലും തിരിച്ചിവിടെ തന്നെ വരുന്നു. അവർ ക്യാൻറ്റീനിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ക്യാൻറ്റീനിൻ്റെ അകത്തൊരു കുഴപ്പവുമില്ലാത്തൊരു മനുഷ്യൻ ചായ ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു. അയാളെ അങ്ങനെ അവിടെ കണ്ടതും മാനസിക്കും രഞ്ജിത്തിനും ഒരു ആശ്വാസമായി. രഞ്ജിത്തിനെയും മാനസിയെയും കണ്ടതും അയാൾ ചോദിച്ചു, എന്ത് വേണം?
അത് കേട്ടതും രഞ്ജിത്ത് പറഞ്ഞു, ചേട്ടാ ഇവിടെ ആരുമുണ്ട്, അയാൾ ഞങ്ങളുടെ കൂട്ടുകാരെ കൊന്നു, ഞങ്ങൾക്ക് ചേട്ടൻ്റെ സഹായം വേണം. അത് കേട്ടതും ആ ചായ ഉണ്ടാക്കിയ മനുഷ്യൻ അതിൽ നിന്നും ശ്രദ്ധ മാറ്റി രഞ്ജിത്തിനെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. അയാളുടെ അങ്ങനെയുള്ള നോട്ടം കണ്ടപ്പോൾ മാനസിയും രഞ്ജിത്തും ഭയന്നുപോയി. രഞ്ജിത്ത് വീണ്ടും അയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവർ കണ്ടു അയാളുടെ 2 കണ്ണുകൾ മെല്ലെ മെല്ലെ ചുവന്നു വരുന്നത്. മാനസി രഞ്ജിത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, രഞ്ജിത്ത് വാ നമുക്ക് പോകാം, ഇയാളെ കണ്ടിട്ട് എനിക്കെന്തോ ഭയം തോന്നുന്നു. പെട്ടെന്ന് അയാൾ വളരെ ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും മരിക്കും, അവൻ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല, കാരണം അവനെയും ആരും വെറുതെ വിട്ടില്ല. അത് പറഞ്ഞതും അയാളുടെ കയ്യിൽ നിന്നും ചായപാത്രം താഴെ വീണു. ആ ചായപാത്രം എടുക്കാൻ വേണ്ടി അയാൾ താഴേക്ക് കുനിഞ്ഞതും പിന്നെ അയാൾ എഴുന്നേൽക്കുന്നത് കണ്ടില്ല. രഞ്ജിത്തും മാനസിയും അത് കണ്ട് ഭയന്നുപോയി. മാനസി രഞ്ജിത്തിൻ്റെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു, രഞ്ജിത്ത് ഇവിടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, വരൂ. രഞ്ജിത്ത് പറഞ്ഞ്, നിൽക്ക്, ചിലപ്പോൾ അയാൾ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നതാണെങ്കിലോ. അത് കേട്ട് മാനസി പറഞ്ഞു, നീ എന്തായാലും അയാളുടെ കണ്ണ് കണ്ടില്ലേ, ഇയാളും മനുഷ്യനാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇതും ഒരു പിശാചാണെങ്കിൽ നമ്മുടെ ജീവൻ വെറുതെ അപകടത്തിലാക്കണോ? രഞ്ജിത്തിന് മാനസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി. അവർ മെല്ലെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ കാറ് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടത്. രഞ്ജിത്തും മാനസിയും ഉടനെ തന്നെ കാറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അതെ, അവരുടെ കാറ് തന്നെയാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. രഞ്ജിത്ത് അത്ഭുതത്തോടെ പറഞ്ഞുപോയി, ഇതെങ്ങനെ സ്റ്റാർട്ടായി? അവർ ഉടനെ തന്നെ കാറിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്നിട്ട് രഞ്ജിത്ത് കാറിൻ്റെ ഡോറ് തുറന്നതും അകത്ത് നിന്നും കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ ദണ്ഡം പിടിച്ച് ആ ആൾ രഞ്ജിത്തിൻ്റെ തലക്കടിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞു മാറി. ഉടനെ തന്നെ രഞ്ജിത്ത് മാനസിയുടെ കൈയും പിടിച്ച് പുറകിലേക്ക് മാറി. ആ പിശാചാണെങ്കിൽ ഇരുമ്പ് ദണ്ട് കയ്യിൽ പിടിച്ച് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മാനസി രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്ത് എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട, നമുക്കിവിടുന്ന് ഓടി രക്ഷപ്പെടാം. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് സ്നേഹയുടെ ശബ്ദം അവർ കേട്ടത്. മാനസി എന്നെ രക്ഷിക്കേ. ആ ശബ്ദം കേട്ടതും മാനസിയും രഞ്ജിത്തും വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് ഓടി. ആ ശബ്ദം വാഷ്റൂമിൻ്റെ അടുത്ത് നിന്നുമാണ് വന്നത്. രഞ്ജിത്ത് ചെന്ന് വാഷ്റൂമിൻ്റെ വാതിൽ തുറന്നു. അകത്ത് മുഴുവനും രക്തം തളം കെട്ടിക്കിടക്കുന്നു. രഞ്ജിത്ത് അകത്ത് കയറുന്നതിന് മുന്നേ സ്നേഹയെ വിളിച്ചു. സ്നേഹ, നീ ഞങ്ങൾ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? മാനസിയും രഞ്ജിത്തിൻ്റെ കൂടെ പറഞ്ഞു. സ്നേഹ, നീ വല്ലതും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും മറുപടി താ. പെട്ടെന്ന് ഒരു അദൃശ്യ ശക്തി മാനസിയെയും രഞ്ജിത്തിനെയും ബാത്റൂമിൻ്റെ അകത്തേക്ക് വലിച്ചിട്ടു. രണ്ടുപേരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോഴാണ് വാഷ്റൂമിൻ്റെ കണ്ണാടിയിൽ സ്നേഹയുടെ രൂപം അവർ കാണുന്നത്. അവളുടെ മുഖത്ത് ഒരുപാട് മുറിഞ്ഞ പാടുകൾ കാണാമായിരുന്നു. അതിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. സ്നേഹയുടെ ഭയപ്പെടുത്തുന്ന മുഖം കണ്ട് രഞ്ജിത്തും മാനസിയും ഭയന്നുപോയി. സ്നേഹ അവരെ രണ്ടുപേരെയും നോക്കി നിഗൂഢമായി ചിരിക്കുകയാണ്. വാഷ്റൂമിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു. ലൈറ്റാണെങ്കിൽ മിന്നിക്കത്തുന്നു. മാനസി രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്ത് ഉടനെ തന്നെ വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ വേണ്ടി വാതിലിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ കാല് നിലത്തുറയ്ക്കുന്നില്ല, തെന്നിപ്പോകുന്നു. കാരണം നിലത്ത് മുഴുവനും രക്തമാണ്. അതുപോലെ പല പ്രാവശ്യം തെന്നി വീണതുകൊണ്ട് അവരുടെ ശരീരത്തിലും ഒരുപാട് രക്തം പറ്റിയിരുന്നു. അവരെ കൊണ്ട് ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ബാത്റൂമിൻ്റെ മുകളിൽ നിന്നും ഒരു ഡെഡ് ബോഡി താഴെ വീണു. അത് വീണതും അവരതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. അത് സ്നേഹയുടെ ശരീരമായിരുന്നു. ആ ശരീരത്തിലാണെങ്കിൽ ഒരുപാട് രക്തമൊലിക്കുന്നു. ഒരുപാട് ഭാഗത്ത് ശരീരത്ത് കീറി മുറിഞ്ഞിരിക്കുന്നു. മാനസി ഉടനെ രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്ത് ഇത് സ്നേഹയാണ്. രഞ്ജിത്ത് സ്നേഹയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അവൾ ശ്വാസം വലിക്കുന്നുണ്ട്. രഞ്ജിത്ത് മാനസിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്നേഹയ്ക്ക് ജീവനുണ്ട്. രഞ്ജിത്ത് മെല്ലെ സ്നേഹയുടെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് താഴേക്കിരുന്നു. സ്നേഹയോട് ചോദിച്ചു, എന്തു പറ്റി സ്നേഹ? ഉടനെ സ്നേഹ മെല്ലെ പറഞ്ഞു, ഇവിടുന്ന് പൊക്കോ, അതൊരു ദുഷിച്ച ആത്മാവാണ്. സ്നേഹ അത്രയും പറഞ്ഞപ്പോഴേക്കും ആ വാഷ്റൂമിലുണ്ടായിരുന്ന കണ്ണാടി തനിയെ പൊട്ടിത്തെറിച്ചു. അതിൻ്റെ ചില്ലുകൾ തെറിച്ച് താഴെ വീണു. പെട്ടെന്ന് സ്നേഹയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് രഞ്ജിത്ത് പുറകിലേക്ക് അറിയാതെ നീങ്ങിപ്പോയി. സ്നേഹയുടെ കണ്ണടഞ്ഞു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹ എഴുന്നേറ്റ് നിന്നു. മെല്ലെ മെല്ലെ വായുവിലേക്ക് ഉയരാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട മാനസി ഉച്ചത്തിൽ വാവിട്ട് കരയാൻ ആരംഭിച്ചു. എന്നിട്ട് വാതിൽ അതിശക്തമായിട്ട് അടിക്കാനും. രഞ്ജിത്തും വാതിൽ തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ ഉടനെ സ്നേഹ വന്ന് മാനസിയുടെ കഴുത്തിൻ്റെ പുറകിൽ പിടിച്ച് വായുവിലേക്ക് ഉയർത്തി. എന്നിട്ട് ചുമരിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. രഞ്ജിത്തിനത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. രഞ്ജിത്ത് മാനസിയെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ അവനെ കൊണ്ട് പറ്റുന്നില്ല. രഞ്ജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്നേഹ അവളെ ഒന്നും ചെയ്യരുത്, അത് നിന്റെ കൂട്ടുകാരി മാനസിയാണ്, പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്.
അത് കേട്ടത് മാനസി അതിഭീകരമായി ശബ്ദമുണ്ടാക്കി. എന്നിട്ട് രഞ്ജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊരു പുരുഷൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു, ആരെയും വെറുതെ വിടില്ല. അവളത് പറഞ്ഞതും രഞ്ജിത്തിനെ ആരോ എടുത്തെറിഞ്ഞ പോലെ തെറിച്ചുപോയി. അവനും ചുമരിൽ തട്ടി താഴെ വീണു. രഞ്ജിത്തിൻ്റെ തലയിൽ ഒരു വലിയ മുറിവുണ്ടായി. പക്ഷേ പലതവണ അതുപോലെ തന്നെ രഞ്ജിത്തിനെ ഏതോ അദൃശ്യ ശക്തി ചുമരിൽ ആഞ്ഞടിച്ചു. അങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ ലോക്കറ്റ് മാ വൈഷ്ണവി ദേവിയുടെ ലോക്കറ്റായിരുന്നു. അത് പുറത്തേക്ക് കാണാൻ പാകത്തിന് വന്നു. ആ ലോക്കറ്റ് പെട്ടെന്ന് പുറത്തു വന്നതും റൂമിൽ ചൂട് കൂടാൻ തുടങ്ങി. സ്നേഹയുടെ രൂപത്തിലുള്ള പിശാചിൻ്റെ കൈ മെല്ലെ അഴിയാൻ തുടങ്ങി. അവളുടെ കയ്യിൽ നിന്ന് മാനസി താഴെ വീണു. സ്നേഹയുടെ കണ്ണുകൾ അപ്പോഴും രഞ്ജിത്തിൻ്റെ കഴുത്തിലെ മാലയിലെ ലോക്കറ്റിലായിരുന്നു. പെട്ടെന്ന് വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്നേഹയുടെ രൂപത്തിലുള്ള ആ പിശാച് വീണ്ടും മുകളിലെ ചുമരിൽ വാളിൽ പറ്റിപ്പിടിച്ചിരുന്നു. രഞ്ജിത്ത് മാനസിയെ നോക്കിയപ്പോൾ മാനസി താഴെ കിടക്കുന്നു. രഞ്ജിത്ത് മാനസിയുടെ അടുത്ത് എങ്ങനെയൊക്കെയോ ചെന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ബോധമില്ലായിരുന്നു. പിന്നെ വളരെ ബുദ്ധിമുട്ടി അവളെയും വലിച്ച് വാഷ്റൂമിൻ്റെ പുറത്തേക്ക് വന്നു. ആ സമയം രഞ്ജിത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സ്നേഹയുടെ രൂപത്തിലുള്ള പിശാച് എന്തിനാണ് ഞങ്ങളെ വെറുതെ വിട്ടതെന്ന്. പക്ഷെ അവർ പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ മുന്നിൽ ആ ഇരുമ്പുദണ്ഡം പിടിച്ചു നിൽക്കുന്ന പിശാചിനെ കണ്ടു. ആ പിശാച് മെല്ലെ മെല്ലെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിശാച് രഞ്ജിത്തിൻ്റെ കുറച്ചു മുന്നിലെത്തിയതും രഞ്ജിത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലെ ലോക്കറ്റ് കണ്ടു. ആ ലോക്കറ്റ് കണ്ടതും ആ പിശാചിൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് ഇല്ലാതെയായി. ആ പിശാച് മെല്ലെ മെല്ലെ പുറകിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങി. വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനും തുടങ്ങി. രഞ്ജിത്തിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇതിന് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന്. രഞ്ജിത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൻ തളർന്നു വീഴുമെന്ന അവസ്ഥയിലായി. രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് മാനസിയുടെ പിടിവിട്ടിരുന്നു. അവൻ നോക്കുമ്പോൾ ആ ഇരുമ്പുദണ്ഡ് പിടിച്ച പിശാച് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് ഒരു പ്രാവശ്യം കൂടി 4 ഭാഗവും ഒന്ന് കണ്ണോടിച്ചു നോക്കി. അവിടെ ആ പിശാചല്ലാതെ വേറെ ആരെയും കാണാനില്ല. ആ നിമിഷം തന്നെ രഞ്ജിത്ത് ബോധം കെട്ട് താഴെ വീണു. പിന്നെ രഞ്ജിത്ത് കണ്ണു തുറക്കുമ്പോൾ തൻ്റെ ചുറ്റിനും 4-5 ആളുകൾ നിൽക്കുന്നത് കണ്ടു. രഞ്ജിത്തിൻ്റെ കാതുകളിൽ എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അവൻ വളരെ കഷ്ടപ്പെട്ട് മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? രഞ്ജിത്ത് അയാൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. അതിനു പകരം 4 ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ചകൾ കണ്ട് രഞ്ജിത്താകെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പഴയതായിരുന്നു. അതായത് വർഷങ്ങളായിട്ട് അവിടെ ഒരു മനുഷ്യൻ പോലും വരാത്തതുപോലെ. പെട്രോൾ പമ്പിലെ ചുവരുകളെല്ലാം പൊടി പിടിച്ചു കിടക്കുന്നു. വാതിലുകളെല്ലാം കറുത്തിരിക്കുന്നു. പമ്പിലെ നിലമെല്ലാം ഒരുപാട് പുല്ലുകൾ വളർന്നിരിക്കുന്നു. അത് കണ്ടാൽ തന്നെ തോന്നില്ല അതൊരു പെട്രോൾ പമ്പാണെന്ന്. പെട്ടെന്നാണ് രഞ്ജിത്തിന് മാനസിയുടെ കാര്യം ഓർമ്മ വന്നത്. അവനുടനെ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, മാനസി എവിടെയാണ്? മാനസി! അപ്പോഴാണ് രഞ്ജിത്ത് ഒരു ആംബുലൻസ് കാണുന്നത്. എല്ലാവരും രഞ്ജിത്തിനെ സമാധാനിപ്പിച്ച് ആംബുലൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ രഞ്ജിത്താണെങ്കിലോ മാനസി എന്ന് മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, നിങ്ങൾ ഏത് പെണ്ണിൻ്റെ കാര്യമാണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയാണെങ്കിൽ എനിക്കറിയില്ല. ഒരാൾ മരിച്ചിരുന്നു. ആരാണ്? എവിടെയാണ് സ്ത്രീ? ഉടനെ രഞ്ജിത്ത് ചോദിച്ചു. അയാൾ ആംബുലൻസിൻ്റെ നേരെ കൈ ചൂണ്ടി. രഞ്ജിത്ത് എങ്ങനെയൊക്കെ ഓടി ആംബുലൻസിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അത് മാനസിയായിരുന്നു. മാനസി മരിച്ചിരുന്നു. രഞ്ജിത്തിന് ഭയവും സങ്കടവും ഒരുപോലെ വന്നിരുന്നു. അപ്പോഴേക്കും പോലീസും വന്നു. രഞ്ജിത്ത് അവൻ്റെ മറ്റു 2 കൂട്ടുകാരെയും പറ്റിയും പറഞ്ഞു. അവരെയും ഇവിടെ കാണാനില്ല. പോലീസ് അവിടെ മുഴുവനും അന്വേഷണം നടത്തി. അപ്പോൾ അവിടുത്തെ ആ വാഷ്റൂമിൽ നിന്നും അഖിലിൻ്റെയും സ്നേഹയുടെയും ശവശരീരങ്ങൾ കിട്ടി. പോലീസ് രഞ്ജിത്തിനെയും അവൻ്റെ കൂട്ടുകാരുടെയും ശവശരീരങ്ങളുമായി ആശുപത്രിയിലേക്ക് പോന്നു. രഞ്ജിത്തിനോട് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു. രഞ്ജിത്ത് എല്ലാ കാര്യങ്ങളും അവിടെ അന്ന് രാത്രി സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. രഞ്ജിത്ത് ആശുപത്രിയിലേക്ക് വന്ന സമയത്ത് പുറത്ത് ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. പുറത്തു നിന്നവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, വീണ്ടും ആ പെട്രോൾ പമ്പിൽ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. എല്ലാവർക്കും രഞ്ജിത്തിൻ്റെ കഥയറിയണം. രഞ്ജിത്തിനും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് ആശുപത്രിയിലെ ഒരാൾ രഞ്ജിത്തിനോട് ആ പെട്രോൾ പമ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ അത് ഹൈവേയിൽ വന്ന പുതിയ പമ്പായിരുന്നു. അവിടെ ആ പമ്പുള്ള സമയത്തും ആളുകൾ കുറവായിരുന്നു. രാത്രിയാണെങ്കിലോ വളരെ കുറവ്. അതുകൊണ്ട് തന്നെ അവിടെ ജോലിക്കാരും വളരെ കുറവായിരുന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ 3 ചെറുപ്പക്കാർ ആ ഹൈവേ വഴി പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് തന്നെ ആ ഹൈവേയിലുള്ള പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. ആ കാറിലുണ്ടായിരുന്ന 3 ചെറുപ്പക്കാരും കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ പെട്രോൾ പമ്പിലെത്തിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരനെ കണ്ടതോടുകൂടി അവരുടെ അഹങ്കാരം കൂടി. കാരണം അവിടെ ആ പെട്രോൾ പമ്പിൽ ആ ഒരു ജോലിക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ ആ 3 പേരും ആ പമ്പിലെ ജീവനക്കാരനോട് തമാശയായിട്ടാണ് തുടങ്ങിയത്. പിന്നെ മെല്ലെ മെല്ലെ അത് തെറിയിലേക്കും അനാവശ്യത്തിലേക്കും മാറാൻ തുടങ്ങി.
ആ സമയത്താണ് ആ വഴി ഒരു ബൈക്ക് യാത്രക്കാരൻ പെട്രോൾ അടിക്കാൻ ആ പമ്പിലേക്ക് കയറി വന്നത്. അയാൾ നോക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാരും ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ വല്ലാതെ തെറി പറയുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ബൈക്കിൽ വന്ന ആൾ ആ 3 പേരോടും ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്, അയാളെ ഉപദ്രവിക്കരുതെന്നെല്ലാം പറഞ്ഞു നോക്കിയെങ്കിലും ആ 3 പേരും അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറായിരുന്നില്ല. 3 പേരും ആ ബൈക്ക് യാത്രക്കാരനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു. അത് കണ്ടതോടുകൂടി ബൈക്ക് യാത്രക്കാരൻ പിന്നെ കൂടുതലൊന്നും അവരോട് പറയാൻ നിന്നില്ല. പെട്രോൾ ജീവനക്കാരനോട് ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കുക. പക്ഷേ അതിന് ആ 3 പേരും സമ്മതിച്ചില്ല. ആ 3 പേരും ആ പെട്രോൾ പമ്പ് ജീവനക്കാരനോട് പറഞ്ഞു, കയ്യിലുള്ള ക്യാഷ് മുഴുവൻ എടുക്ക്. പക്ഷേ ജീവനക്കാരൻ അത് സമ്മതിച്ചില്ല. അയാൾ പൈസ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ആ 3 പേരും പമ്പ് ജീവനക്കാരനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ പമ്പ് ജീവനക്കാരൻ ഒച്ചയുണ്ടാക്കാനും തുടങ്ങി. ആ ഒച്ച കേട്ട് ക്യാൻറ്റീനിലുണ്ടായിരുന്ന ആള് പമ്പ് ജീവനക്കാരനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി വന്നു. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. ആ 3 പേരും ആ ക്യാൻറ്റീനിലുണ്ടായിരുന്ന ജോലിക്കാരനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ആ 3 പേരിൽ ഒരാളുടെ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ 2 പേരെയും അടിക്കുന്നത്. ആ ബൈക്കുകാരനാണെങ്കിൽ അത് കണ്ട് പേടിച്ചു ഭയന്ന് അവിടുന്ന് ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത ദിവസം അവിടുന്ന് പമ്പ് ജീവനക്കാരൻ്റെയും ആ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ആളുടെയും ശവശരീരങ്ങൾ കിട്ടി. അതും അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും അടികൊണ്ട് തകർന്ന നിലയിൽ. ബൈക്കുകാരൻ ആ വാർത്ത അറിഞ്ഞതും അയാൾ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ പെട്രോൾ പമ്പിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ബൈക്കുകാരൻ്റെ മൊഴിയിൽ ആ 3 പേരെയും പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ, ഉടനെ തന്നെ അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. കാരണം അവരെല്ലാം വലിയ പണമുള്ള ആളുകളുടെ മക്കളായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞതും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുതിയ ജോലിക്കാരിൽ വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അവർക്ക് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, പെട്രോൾ പമ്പിൻ്റെ പരിസരത്ത് ഇരുമ്പ് ദണ്ട് പിടിച്ചു നടക്കുന്ന ഒരു മനുഷ്യരൂപത്തെ കാണാനും തുടങ്ങി. അങ്ങനെയെല്ലാം ആയപ്പോൾ ആ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടി. ആളുകളെല്ലാം പറയുന്നത് അന്ന് കൊല്ലപ്പെട്ട ആ പമ്പിലെ ജീവനക്കാരൻ്റെ ആത്മാവ് ആ പമ്പിലുണ്ടെന്നാണ്. ആരെങ്കിലും അർദ്ധരാത്രിയിൽ അവിടെ വന്നാൽ ആ ദുരാത്മാവ് അവരെ കൊല്ലും. ഈ കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ 3 സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വഴിതെറ്റി ഇതുപോലെ ആളുകൾ വരും. അവർ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ പമ്പിൽ വരും. പിന്നെ അവരുടെ ശരീരമാണ് അടുത്ത ദിവസം കിട്ടുന്നത്. നീ എന്തോ ഭാഗ്യവാനാണ്, അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. രഞ്ജിത്തൊന്ന് നോർമലാകാൻ ഒരുപാട് മാസങ്ങളെടുത്തു. പോലീസാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കേസെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഈ ഭൂതത്തിനും പ്രേതത്തിനും എന്ത് കേസ്? രഞ്ജിത്തിൻ്റെ ജീവിതത്തിലെ അവസാന ട്രിപ്പായിരുന്നു അത്. അവൻ്റെ കൂട്ടുകാരുടെ കാര്യം അവൻ ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഭയന്നോ? ലവ് യു ഓൾ. ബൈ. പുതിയ കഥയുമായി വീണ്ടും വരാം.